Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. രാത്രികാലങ്ങളിൽ ആക്റ്റീവ് ആകുന്ന അനിമൽസ് ആണ് നൊട്ടേണൽ അനിമൽസ് എന്ന് പറയുന്നത്. അല്ല കൊച്ചലിയ, സത്യത്തിൽ നൊക്ടേണൽ എന്ന് വെച്ചാ എന്തുവാ? നിശാചർ. ഓക്കേ. അപ്പൊ ഈ നിശാചറിന്റെ അർത്ഥം എന്താണ്? എടാ ശ്രദ്ധിച്ച് കേൾക്ക്, അവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അതായത് ഈ രാത്രിയിൽ ആക്റ്റീവ് ആകാറില്ലേ, അതിനെയാണ് അങ്ങനെ പറയുന്നത്. ആ വിഭാഗത്തിൽപ്പെടാത്ത അനിമൽസിനെയാണ്, അതായത് രാത്രിഞ്ചർ അല്ലെങ്കിൽ നിശാചർ എന്ന് പറയുന്നത്. ശരിയാ പറഞ്ഞത്. ബണി ചില രാത്രികളിൽ ഛർദിക്കാറുണ്ട്. മാത്രമല്ല അവനൊരു പൂച്ചയുമാണ്. അല്ലേ ബണി രാത്രിച്ചർ? എന്റെ ഹണി, ഇന്നലെ തലയ്ക്കകത്ത് വല്ല ബോധവും ഉണ്ടോ? രാത്രി ഇറങ്ങി നടക്കുന്ന അനിമൽസിന്റെ പേരാണ് രാത്രിച്ചർ. നീ വെറുതെ ചൊറിയാൻ നോക്കണ്ട. നമുക്ക് കിടന്ന് ഉറങ്ങാം, നല്ല ഉറക്കം വരുന്നുണ്ട്. ബണിക്ക് ഒന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ കാറ്റ്സ് നോട്ടേണൽ ആണ്. നമ്മൾ രാത്രി ഉറങ്ങാൻ പാടില്ല, കറങ്ങാനേ പാടുള്ളൂ. ഇന്ന് മുതൽ ഞാൻ നോട്ടേണൽ കാറ്റ് ആണ്. അതെ, നോട്ടേണൽ കാറ്റ്. ഹലോ ഹലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് പെങ്ങളെ? പെങ്ങളോ? ഞാൻ നിനക്ക് ഏത് ആംഗിളിലൂടെയാ പെങ്ങളാവുന്നത്? എടാ മഞ്ഞ പെയിന്റ് അടിച്ച മത്തക്കണ്ണം പൂച്ചേ, വേഗം വിട്ടോ, സ്കൂട്ടായിക്കോ, പൊയ്ക്കോ. നീ പോയാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കും. എന്ത് പറയുന്നു? നിങ്ങളാരാ? അറിയാവുന്നവരെല്ലാം എന്നെ രമേശ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെ പേരറിയാത്തവർ എന്താ വിളിക്കുന്നത്? എടാ മരമോന്തയും വച്ചിറങ്ങിയ മരമാക്രി തവളെ, കുളിക്കാത്ത നീ ഞങ്ങളോട് സംസാരിക്കുന്നോ? തട്ടുകൊണ്ട് വെറുതെ തട്ടി വീഴണ്ട, ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പൊക്കും. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. എടാ നല്ല ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇനി നിന്നോട് കോഡ് ഭാഷ പറയേണ്ടി വരും. വെറുതെ നെട്ടും ബോൾട്ടും ഇല്ലാത്ത ഞങ്ങളെ വട്ടാക്കാൻ നിക്കല്ലേ. തട്ട് കിട്ടാതെ വേഗം വിട്ടോ വിട്ടോ. മനസ്സിലായില്ലേ? നിന്നോട് പോകാനാ പറഞ്ഞത്. മര്യാദ കിടന്ന് പോടാ. ഞാൻ എങ്ങോട്ട് പോവാനാ പെങ്ങളെ? നിങ്ങളും പൂച്ചയാ, ഈ ഞാനും പൂച്ചയാ. ഇന്ന് മുതൽ രാത്രി ഞാനും നിങ്ങളുടെ കൂടെ കറങ്ങി നടക്കാനായിട്ട് വരാൻ പോവുക. എന്താ പറഞ്ഞേ? എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? ഓക്കെ, എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? ശത്രുവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിടിക്കാലോ. ഓ സ്മാർട്ട്. അടിക്ക് ഇടിക്ക് ചളുക്ക് തിരിക്ക്, ആ അണ്ണാനെ പോയി പിടിക്ക്. ആ അണ്ണാൻ അവന് നല്ലൊരു പണി കൊടുത്തിട്ടാണല്ലോ പോയത്. ഈ അണ്ണാനൊക്കെ ഇത്ര ശക്തിയിൽ അടിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞില്ല ഇവനെ കൊണ്ട് പറ്റില്ലെന്ന്. ഓ, ഇതുപോലുള്ള കാര്യങ്ങളല്ലാതെ വേറെ എന്ത് വേണേലും ഞാൻ ചെയ്യാം. എനിക്ക് വിശക്കുന്നുണ്ട്. മനസ്സിലായി. നിങ്ങളുടെ ഭാഷ ഇതുവരെ എനിക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശരി ശരി, അതൊക്കെ വിട്ടേക്ക്. ഇനിയിപ്പോ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ജനല് നമ്മൾ പൊളിക്കുന്നു. പിന്നെ ചിക്കന്റെയും സാൻഡ്വിച്ചിന്റെയും കോളയുടെയും ഒപ്പം നമ്മൾ പാർട്ടി നടത്തുന്നു. ഇത് മോഷണമാണ്. അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ ശരിക്കും ഒരു പൂച്ചയല്ല. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. എടാ മരമാക്രി, നീ പൂച്ചകളുടെ പേരുകളെ ജനിച്ചതാ. പെറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന പൂച്ചകളുണ്ടല്ലോ, അവരെ ഞങ്ങൾ കൂടെ കൂട്ടാറില്ല. ഒന്ന് പോടേ. ഞാനൊരു വീട്ടിലെ പെറ്റാണ്, പക്ഷെ ഒരു ക്യാറ്റുമാണ്. നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. കണ്ണു ചുവക്കാണ്, പല്ല് കാടിക്കാണ്, മുട്ടു ചുരുട്ടാണ്, ആകെ വീറാക്കാണ്.
നമ്മള് വെറുതെ സമയം കളയല്ലേ. സിറ്റിയിൽ വേറെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, അങ്ങോട്ട് പോകാം. സിറ്റിയിൽ മോഷണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. Game on! Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. അവരാണെങ്കിൽ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇനി കൂട്ടുകാരെ സഹായത്തിന് വിളിക്കേണ്ടി വരും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഹണിത മോർണിംഗ് വാക്ക് തുടങ്ങിയല്ലോ. സംശയമുണ്ടോ? ഞാൻ മോർണിംഗ് വാക്കിന് പോയതല്ല, എന്റെ നൈറ്റ് വാക്ക് ഇപ്പോഴാ തീർന്നത്. Night walk ഓ? രാത്രി ഒരു ഡോക്യുമെന്ററി കണ്ടായിരുന്നില്ലേ, നമ്മള് പൂച്ചകളെല്ലാം നോട്ടേണൽ ആണെന്ന്. അതുകൊണ്ട് ഞാനും രാത്രി ഒന്ന് കറങ്ങാൻ പോയതാണ്. അതിനെ നോക്ടെയിൽ എന്നല്ല വിളിക്കുന്നത്, തെരുവ് പൂച്ചകൾ എന്നാണ്. അതെ, അവര് തെരുവ് പൂച്ചകൾ തന്നെ ആയിരുന്നു. കണ്ടില്ലേ, എന്റെ ഷേപ്പ് തന്നെ മാറ്റിക്കളഞ്ഞു. ഏത് പൂച്ചകളായിരുന്നു? അതെനിക്കറിയില്ല, പക്ഷെ അവര് രാത്രി മാത്രമാണ് പുറത്തിറങ്ങുന്നത് എന്നോട് പറഞ്ഞിരുന്നു. അവരെന്നെ റോഡിൽ വെച്ച് നാണം കെടുത്തി, അവിടെ ഇട്ട് ഓടിച്ച് വല്ലാതെ കഷ്ടപ്പെടുത്തി. അവര് കള്ളന്മാരും കൂടിയാണ്. അവന്മാർ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. രാത്രി മുഴുവൻ ഉപദ്രവിച്ചു. ചെയ്തതൊക്കെ നമുക്ക് ശരിയാക്കി മാറ്റാം. അയ്യോ, എന്റെ വല്യളിനെ ഉപദ്രവിച്ചെങ്കിൽ അവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇവൻ നിന്റെ വല്യളിയെ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടുകാരനും കൂടിയാണ്. അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. അതൊരു കാലത്തും അവന്മാര് മറക്കാനും പാടില്ല. സംശയമുണ്ടോ? അതെ, നമ്മുടെ ഹണിയെ ഈ പരുവത്തിലാക്കിയ അവന്മാരെ നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അവരെ കണ്ടു കഴിഞ്ഞാ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതെ, എല്ലാവർക്കും തലക്കെട്ടുണ്ട്, പിന്നെ ബ്രേസ്ലെറ്റും ലോക്കറ്റും ഇട്ടിട്ടുണ്ട്. അടുത്തുള്ള കെട്ടിടത്തിലെ താമസം. രാത്രി അവര് പുറത്തിറങ്ങുന്നത്. എങ്കിൽ ഇന്ന് രാത്രി അവർക്കൊരു പണി കൊടുക്കാം. ഇന്ന് രാത്രി നമുക്കും പോകാം. ഇനിയുള്ള രാത്രികളിൽ അവന്മാർ ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അവരെ ആക്കണം. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്റെ ചേട്ടാ വിട്ടേക്ക് എന്നെ. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പൊയ്ക്കോളാം. എന്റെ ചേട്ടാ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങൾ മാക്കൂട്ടത്തിൽപ്പെട്ട പിള്ളേരാണ്, മനസ്സിലായോ? ഒരു എലി പൂച്ചകളെ പേടിപ്പിക്കുന്നു, നീ ഞങ്ങളെ അടിക്കോടാ. നീ അടിക്കോ? അയ്യോ, ഞാനല്ല. ദാ, 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 ദാ വരുന്നു. ഞങ്ങളുടെ കൂട്ടുകാരനെ തൊട്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ സ്വന്തം ബോഡിയിൽ തൊട്ട് തൊട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അതായത് എവിടേക്ക് ഇടികൊണ്ടുവന്നറിയാൻ. സംശയമുണ്ടോ? ഹുല്ലേ ഹുല്ലാരേ ഹുല്ലേ ഹുല്ലേ ഹുല്ലേ. ഏയ് രാജു, പപ്പു, ബണ്ടി, മര്യാദക്ക് എടുത്തോണ്ട് വെക്കോ വേഗം നിങ്ങളുടെ വണ്ടി. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളടിക്കും. 2020. എടാ കോപ്രാത്തലയാ, നിന്ന് വാചകം പഠിക്കാതെ വേഗം സ്കൂട്ടാവടാ, പോട്ടാ, വീട്ടിൽ പോടാ. കൊച്ചലിയ, നിനക്ക് ഇവരുടെ ഭാഷ നന്നായിട്ട് അറിയാലോ. എവിടുന്നാ പഠിച്ചത്? എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരാമോ പ്ലീസ്? നിനക്കും അവസരം കിട്ടും വെല്ലുവിളിയാ. ഇപ്പൊ ഇവന്മാരെ കുറച്ച് മര്യാദ പഠിപ്പിക്കാനുള്ള സമയമാണ്. ഈ കൊപ്ര തലേന്റെ തലയാട്ടി എണ്ണയെടുക്കണം. ഇവന്റെ തലയ്ക്കകത്തുള്ള കളിമണ്ണെടുത്ത് നമുക്ക് പ്രതിമയുണ്ടാക്കണം. ഏയ്, ഞങ്ങൾ ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പാർട്ടി നടത്തും. നിങ്ങൾ എങ്ങനെ തടയുന്നു ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ഗേറ്റ് വരെ എത്താൻ പറ്റുമെന്ന് നോക്ക്. അങ്ങനെ എത്തുകയാണെങ്കിൽ പാർട്ടി നടത്താൻ ഞാൻ തന്നെ ഗേറ്റ് തുറന്നു തരാം. അത് പിന്നെ സർദാറെ കുറച്ച് കൂടി പോയോ? ഇവൻ നമ്മുടെ ചങ്കാണ്. കൂടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, അവനത് നോക്കിക്കോളും. ചൂളം അടിക്കാൻ ഇവന്മാർക്ക് മാത്രമല്ല അറിയാവുന്നത്, നമുക്കും ചൂളം അടിക്കാൻ അറിയാം. എന്ത് സംശയമുണ്ടോ? അതെ ഭായ്, കുറെ ദിവസത്തിന് ശേഷമാണ് രാത്രിയിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല രസമായിരിക്കും. അറ്റാക്ക്! ലൈറ്റ് ഒന്ന് ഓഫ് ആക്കടാ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കള്ള മൂങ്ങേ, നീ ഇങ്ങനെ മോങ്ങാനാ ഞാൻ ടോർച്ച് അടിച്ചേ. സംശയമുണ്ടോ? എന്തൊരു കിക്കാ
കൊള്ളായിരുന്നു ചേട്ടാ. എന്നാ പിന്നെ നമുക്കൊരു ഫുട്ബോൾ ടീം തുടങ്ങിയാലോ? നിങ്ങൾക്ക് വല്ലതും പറ്റും. നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിൽക്കും പെങ്ങളെ. പെങ്ങളെന്ന് വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? റോക്കി, ഈ ഗോൾ പോസ്റ്റ് നമുക്ക് ശരിയാവില്ലെന്നേ. നീ പറഞ്ഞത് ശരിയാണ്. വാ നമുക്ക് സെന്റർ ഫോർവേഡ് കളിക്കാം. ആ വെളിച്ചം ഒന്ന് കുറയ്ക്ക്. ഇന്നലെ എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. എന്നാ പിന്നെ നീ പോയി കണ്ണ് ശ്രദ്ധിക്കേ. മര്യാദക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അയ്യോ, എങ്ങോട്ടാ പോകുന്നത്? ചലഞ്ച് ഒന്ന് പൂർത്തിയാക്ക്. ഏതെങ്കിലും ഒരു കഴുത ആ ഗേറ്റ് വരെ എത്തോ? കഴുത ഞാനാണ്. ഞാൻ ഗേറ്റിലേക്ക് പോവില്ല. പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞതല്ലേ സൈഡിലേക്ക് മാറാൻ. വല്ലതും പറ്റും എന്റെ പൊന്ന് പെങ്ങളെ. ഏയ്, പറഞ്ഞില്ലേ പെങ്ങളെന്ന് വിളിക്കരുതെന്ന്? വിളിക്കരുത്. എന്റെ ഭായി, അവന്മാരൊരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാ? ചേട്ടാ, ഇവൻ അവന്മാരെ ഒന്നുകൂടി തല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്ത് പറ്റി വെല്ലുവിളിയാ? ആ പൂച്ചകൾ നമ്മുടെ ഫാമിലി പെട്ടതാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കൊച്ചളിയ. വെല്ലുവിളിയാ, ഇങ്ങനെയുള്ള തെരുവ് പൂച്ചകൾ നമ്മുടെ ഫാമിലി പെട്ടതല്ല. അതെ, നോക്ടേൺ എന്നുള്ള പേരും വെച്ചുകൊണ്ട് മോഷണം നടത്തുന്നവരും അതുപോലെ സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരും ഒരിക്കലും നമ്മളെ കുടുംബക്കാരായിരിക്കില്ല. ഇവരാണ് ബാക്കിയുള്ള ആനിമൽസിന്റെ പേര് കളയുന്നത്. സംശയമുണ്ടോ? നമ്മുടെ ഫാമിലി ഈ കൂട്ടുകാരാണ്. എല്ലാ സുഖദുഃഖങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഇവരാരും നോക്ടേണലും അല്ല. എനിക്ക് മനസ്സിലായി. അഥവാ രാത്രിയിൽ കറങ്ങാൻ താല്പര്യമുണ്ടെങ്കിലേ നമ്മളിപ്പോ ചെയ്തതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നൈറ്റ് ലോങ് ഡ്രൈവിന് പോകാം. പിന്നെ ഫലൂടയും ഐസ്ക്രീമും കഴിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരെയും ചെയ്യാം. ഇവൻ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ മണ്ടനൊന്നും അല്ല. കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. സംശയമുണ്ടോ? അതെ, ഞാൻ കഴുതയാണ്. ഒരു ഇന്റലിജന്റ് ആയ കഴുതയാണ്.